എടാ സ്നേഹം കൊണ്ട് പറയണേ ലോൺ എടുക്കല്ലടാ. ഞാൻ ഒരു മെസ്സേജ് കാണിച്ചിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിറം 5 ദിറം ഒക്കെ എന്നോട് കടം ചോദിക്കുക. 3-ാമത്തെ ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടി അവൻ്റെ അടുത്ത്. അവൻ പറയണത് എന്താണെന്നറിയോ? ഇവൻ ബുധനാഴ്ചയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് ലാസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തിനാണ് ഫോർമാലിറ്റി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയതാ. എൻ്റെ മോനെ, ഹി വാസ് ലിറ്ററലി ക്രൈം മാൻ. അവൻ കരയാ അവിടുന്ന്. എനിക്ക് കണ്ടിട്ട് എന്തോ പോലെയാടാ. ഐ വാസ് തിങ്കിങ് ലൈക്ക് ഒരു ഫെയിലിയർ ആസ് എ ഹ്യൂമൻ. ഐ എം എ ഫെയിലിയർ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം എന്താ അറിയോ? അവനിവിടെ കുഴപ്പമില്ലാത്ത സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെന്തോ ഫിനാൻഷ്യൽ പ്രശ്നം വന്നപ്പോൾ ഇവിടുന്ന് ഒരു ലോൺ എടുത്തതാണ്. ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ക്യാഷ് നോ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോൺ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ. അവനെന്ത് ചെയ്തു? പെട്ടെന്ന് ഇവിടുന്ന് ലോൺ എടുത്തിട്ട് നാട്ടിലേക്ക് പൈസ അയച്ചു. പൈസ അയച്ചിട്ട് ഇവിടുത്തെ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സാലറി തികയുന്നില്ല. മോശമില്ലാത്ത സാലറിയുള്ള ഒരാളാണ്. അവൻ എന്നോട് പറയണേ ഇവിടുത്തെ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടിയിട്ട് സാലറി തികയുന്നില്ല. എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ സമയം കടന്നു പോകും. ഞാനൊരു സൈക്കോളജി പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്ന കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലോൺ എന്നെല്ലാം പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് പെട്ടെന്ന് ചെയ്യാൻ നോക്കും. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നിങ്ങൾ ഗൂഗിൾ പേ ആണെന്നില്ലേ? ഗൂഗിൾ പേ എന്തുകൊണ്ടാണ് എല്ലാവരും യൂസ് ചെയ്യണേ? അത് ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് പേയ്മെൻറ്റ് ഇപ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരും യൂസ് ചെയ്യണേ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനത്തെ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഹാബിറ്റ് ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കിങ്ങനെ റോൾ ചെയ്ത് പോകാൻ പറ്റുമോ? ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് അറിയോ? ലോണ്, കടം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളില്ലേ, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക, എടുക്കാതിരിക്കുക. അപ്പോൾ